അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എക്കാലത്തും പ്രസക്തമാണ്, ഏത് കാലത്തും. അതിൽ യാതൊരു വിധത്തിലുള്ള എഡിറ്റിങ്ങുകളും ആവശ്യമില്ല. അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ആ കൽപ്പനകളെ സ്വീകരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഇഹപര വിജയങ്ങൾക്ക് അനിവാര്യവുമാണ്. ഇങ്ങനെ ഒരു മുഖവുര പറയാൻ കാരണം, വിവാഹത്തോടുള്ള ഒരു എതിർ മനോഭാവം, വിവാഹം വേണ്ടെന്നുള്ള ഒരു ചിന്ത പൊതുവെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും പെൺകുട്ടികളിലാണ് അങ്ങനെ ഒരു വിചാരമുണ്ടാകുന്നത്. അള്ളാഹു വ്യക്തമായി രക്ഷിതാക്കളോട് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ, ഈ 24 അധ്യായത്തിലെ 32 വചനത്തിൽ, അൻകിഹുൽ അയാമ മിൻകും, നിങ്ങളിൽ നിന്നുള്ള വിവാഹിതരല്ലാത്ത ആളുകളെ, അവിവാഹിതരായിട്ടുള്ള ആളുകളെ നിങ്ങൾ വിവാഹം നടത്തിക്കൊടുക്കുക. ഇത് രക്ഷിതാക്കളുടെ കൽപ്പന, വിവാഹം നടത്തി കൊടുക്കണം. അവിവാഹിതർക്കൊരു വിവാഹം നിങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം. വസ്വാലിഹീന മിൻ ഇബാദിക്കും വ ഇമാഇക്കും, അതായത് അടിമ സ്ത്രീകൾ, അതേപോലെ തന്നെ അടിമകളായിട്ടുള്ള പുരുഷന്മാർ, അവരിൽ നല്ലവരെയും നിങ്ങൾ വിവാഹത്തിൽ ഏർപ്പെടുത്തണം. ഈ യകൂനു ഫുഖറാഅ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി, നിങ്ങൾ ദരിദ്രരാണെങ്കിൽ അള്ളാഹു വിവാഹത്തോടു കൂടെ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാക്കും. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു അങ്ങേയറ്റം വിശാലതയുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ ഒരു നല്ല വിവാഹത്തിലൂടെ ജീവിതം നയിക്കണം, വിവാഹം സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് എത്രമാത്രം നമുക്ക് കണിശതയും കൃത്യതയും താല്പര്യവും ആസൂത്രണവും ഉണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിവാഹം വേണ്ടെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, വിവാഹത്തിലൂടെ നേടാവുന്ന കാര്യം മറ്റൊന്നുകൊണ്ടും നേടാൻ പറ്റില്ല. വിവാഹത്തിലൂടെ നേടാവുന്ന കാര്യം മറ്റൊന്നുകൊണ്ടും നേടാൻ പറ്റില്ല. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി എല്ലാ അർത്ഥത്തിലും സഹായിയായി ജീവിക്കുക എന്നത് വിവാഹത്തിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. ഒന്നിനും കഴിയാതെ രോഗിയായ ഒരു ഭർത്താവാണെങ്കിലും ആ ഭർത്താവിനെ പരിചരിക്കുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്താൻ ഭാര്യയ്ക്ക് പറ്റും. ഒന്നും തനിക്ക് ചെയ്തു തരാൻ പറ്റാത്ത ഒരു സ്ത്രീയാണെങ്കിലും ആ ഭാര്യയെ പരിചരിക്കുന്നതിൽ ഒരു വലിയ സന്തോഷം കണ്ടെത്താൻ ഒരു പുരുഷന് പറ്റും. ആ ബന്ധം വിവാഹത്തിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മനുഷ്യന്റെ പ്രകൃതിപരമായ ഒരു ആവശ്യമാണ് സെക്സ് എന്നുള്ളത്, ലൈംഗികത. അതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിലൂടെ മാത്രം ലഭ്യമാകുന്ന കാര്യമാണ്. വേറെ ഒരു വഴിക്കും ഒരു നിലക്കും വമനിബത്തക വറ അതാലിക്, അതിനപ്പുറത്തേക്ക് ആരാഗ്രഹിച്ചാലും അവർ തെറ്റുകാരാണെന്നാണ് ഖുർആൻ പറയുന്നത്. അതേപോലെ തന്നെ പരസ്പരമുള്ള സേവനം, അതായത് എത്രത്തോളമാണ് ഒരു വൈവാഹിക ജീവിതത്തിൽ പരസ്പരമുള്ള സഹായം എന്ന് നമുക്ക് ചിന്തിച്ചാൽ, ആലോചിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ സ്വകാര്യതകൾ മറ്റൊരു വ്യക്തിയോടും പറയുന്നതിലേറെ സുരക്ഷിതമായി നമുക്ക് പറയാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് പറ്റും. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ വിവാഹം വേണ്ടെന്ന് പറയുന്ന കുട്ടികൾ പോലും ഒരു വിവാഹത്തിലൂടെ കിട്ടേണ്ടതെല്ലാം അവർക്ക് ആവശ്യമാണ്, അല്ലെ? ഈ സ്നേഹം അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ടല്ലേ അവർ അവിഹിത ബന്ധത്തിലും പ്രേമത്തിലും പോകുന്നത്. വിവാഹം വേണ്ടെന്ന് പറയുന്നവരുടെ എണ്ണം കൂടി വരുമ്പോൾ പ്രേമിക്കുന്നവരുടെയും എണ്ണം കൂടി വരുന്നില്ലേ? അപ്പം ഇതിനർത്ഥം എന്താണ്? അവർ അത്തരം ഒരു ഓപ്പോസിറ്റ് സെക്സിൽ നിന്ന്, ആണിൽ നിന്ന് പെണ്ണും പെണ്ണിൽ നിന്ന് ആണും ഒരു ബന്ധത്തെ ആഗ്രഹിക്കുന്നു എന്നതാണ്. പിന്നെ ഇത്തരത്തിലുള്ള ലൈംഗികമായ വഴിവിട്ട ജീവിതങ്ങൾ ധാരാളമായി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു ഈ തലമുറയിൽ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന അർത്ഥം എന്താണ്? അതും എല്ലാവർക്കും ആവശ്യമാണ് എന്നാണ്. അപ്പോൾ വിവാഹത്തിൽ വേണ്ടതെല്ലാം ആവശ്യമായ കാര്യങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് വിവാഹം വേണ്ടെന്ന് പറയുന്നു? വിവാഹം ഒരു ഭാരമാണെന്നോ, വിവാഹം ഒരു ഉത്തരവാദിത്തമാണെന്നോ, ബുദ്ധിമുട്ടാണെന്നോ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളും വേണ്ടാത്ത കുറേ വിവരങ്ങളും സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും അത് തിരുത്തി കൊടുക്കുന്നതിലൂടെ മാത്രമേ അവർ വിവാഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ടെങ്കിൽ ഇത് തിരുത്തി കൊടുക്കാനുള്ള ബാധ്യതയും നമുക്കുണ്ട്. ഒരു 10-60 പെൺകുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ക്യാമ്പിൽ വിവാഹത്തിന് എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ വളരെ വലിയൊരു ശതമാനം കുട്ടികൾ താല്പര്യമില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു 2 മണിക്കൂർ സമയത്തെ ക്ലാസും പരസ്പര ചോദ്യോത്തരങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ വിവാഹം അനിവാര്യമാണ് എന്ന് അവർ 100% പെൺകുട്ടികളും സമ്മതിക്കുന്നതായിട്ടാണ് കണ്ടത്. തമാശയായിട്ട് അവസാനം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴത്തെ ഈ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം വേണമെന്നൊന്നും ഇന്ന് പോയി വീട്ടിൽ പറയരുത് എന്ന് പറയുന്ന ആ തമാശ പോലും അവർ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് പുതിയ തലമുറയിൽ തെറ്റായ കുറേ ധാരണകൾ നമ്മുടെ സോഷ്യൽ മീഡിയകളും സുഹൃത്തുക്കളും എല്ലാം നമ്മുടെ കുട്ടികൾക്ക് നൽകി ജീവിതത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായ വിവാഹത്തെ അവർ നിരാകരിക്കുമ്പോൾ അവർ വിവാഹത്തിലേക്ക് എത്തിക്കുക എന്ന ബാധ്യതയുള്ള രക്ഷിതാക്കൾ
അവർക്ക് വിവാഹത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ സന്ദർഭത്തിൽ നടക്കുന്ന ഇത്തരം ക്യാമ്പുകൾ, പെൺകുട്ടികൾക്ക് വേണ്ടിയും ആൺകുട്ടികൾക്കുമുള്ള പ്രത്യേക ക്യാമ്പുകൾ, അതത് സെഷനുകൾ, അതിലുള്ള ചോദ്യോത്തരങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നമ്മുടെ കുട്ടികളുടെ സാന്നിധ്യം കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. അവർക്കത് ജീവിതത്തിൽ നല്ല സമയത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഡിഗ്രി കഴിയട്ടെ, അല്ലെങ്കിൽ ഇനി PG കഴിയട്ടെ, ജോലി കിട്ടട്ടെ എന്നൊക്കെ വിവാഹം താല്പര്യമില്ലാത്തവർ നീട്ടി പറയുമ്പോൾ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാതിരിക്കുകയും അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയുമാണ് ശരിയായ പരിഹാരമാർഗം. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.